ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കംബാക്ക് സ്റ്റാറിനെ കുറിച്ചാണ്. മൂപ്പര് എല്ലാ കൊല്ലം കംബാക്ക് എന്ന് പറഞ്ഞ് ഓരോ വളിച്ച പടം ഇറക്കും, അപ്പം എന്നെ പൊട്ടിത്തെറിക്കും, എന്നിട്ട് കേക്ക് വാങ്ങാൻ പോകും, കേക്ക് മുറിക്കും, അടുത്ത പടം ചെയ്യും, വീണ്ടും കേക്ക് മുറിക്കും, അടുത്ത പടം ചെയ്യും, വീണ്ടും കേക്ക് മുറിക്കും. ഇതാണ് മൂപ്പരുടെ ഹോബി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല ഷുഗറും വന്നിട്ടാവും. പടം തുടങ്ങാൻ തന്നെ ഒരു എക്സ്ക്യൂസ് കാട്ടിയിട്ടാണ്. ഇത് ലോജിക്കില്ലാത്ത പടമാണ്, ആരും കുറ്റം പറയല്ലേ എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ കാട്ടിയിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. ബോർഡ് കുത്തി വെച്ചിട്ടുണ്ട്, ഇനി എന്ത് ഊളത്തരം വേണേ കാണിക്കാം. ഇതേപോലെ ലോജിക്ക് ഇല്ലാത്ത ഒരു പടമാണ് CID മൂസ. പക്ഷെ അതൊരു നല്ല പടമാണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. അല്ലാണ്ട് കാട്ടപരാധം ഉണ്ടാക്കിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല പേട്ട. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ അപരാധിച്ച ഒരു പിള്ളേരുടെ ഗ്യാങ് കാട്ടിയിട്ടാണ്. അവർ ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാരുടെ കാറൊക്കെ സ്ക്രാച്ച് ഇടും. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവന്മാര് നാട്ടുകാരും നമ്മളെ ഒരേപോലെ വെറുപ്പിച്ച് കഴിഞ്ഞിട്ട് ഓടിയിട്ട് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോവും. അവിടെ ഒരു CBSE പിള്ളേരുണ്ടാവും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു മാച്ച് വെക്കും, ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കണേന്നുള്ളൊരു മാച്ച്. പിതാക്കന്മാരില്ലാതെ ജനിച്ച വൃത്തികെട്ട പുത്രന്മാരെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പേട്ട പിള്ളേരെല്ലാവരും കൂടിയിട്ട് പേട്ടൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ആ മറ്റേ പിള്ളേർക്ക് ആ കഥ പറഞ്ഞു കൊടുക്കും. പേട്ടൻ ഒരു മന്ത്രിനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വരും. പിന്നെ പേട്ടൻ ഈ സിനിമയിൽ തലയാട്ടിയിട്ടുള്ള ഒരു സ്വാഗ് ഉണ്ട്. മൂപ്പര് ഇത് കട്ട മാസാണെന്നാണ് വിചാരിക്കണത്, പക്ഷെ നല്ല അപരാധമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു പഴത്തോലി കാണും. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ പേട്ടന് വഴിക്ക് വീഴുന്ന് പറയും. അപ്പൊ പേട്ടൻ അതൊക്കെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനെക്കാളും കഞ്ഞി കൂറ കോമഡി ഇങ്ങേരി പടത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് OTT വന്നപ്പോ അത് കട്ട് ചെയ്തു. അവൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തത് ലളിതാംബികയായിരുന്നു. തന്റെ കറുത്ത മറുകിന് 100 അഴകാണെന്ന് നാട്ടുകാർ പറയാറുണ്ടായിരുന്നു ലളിതാംബിക. എന്നിട്ട് അവളെ അവൻ എന്ത് ചെയ്തു? കൊണ്ടുപോയി ഒരുപാട് കറന്നു. കറക്കാനോ? പശു പിന്നെ കറക്കൂലേ? ലളിതാംബിക പശുവാണോ? പിന്നെ ആരെന്ന് വിചാരിച്ചു? ഞാൻ വെറും കച്ചടയല്ല, മഹാ 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 കച്ചട. അത് ഈ സിനിമയിൽ ഈ സീൻ കണ്ടാൽ ആർക്കും അത് മനസ്സിലാവും. ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് അത് പറയണ്ട, ബോഡി ഷെയ്മിങ് ആവും. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് നിയമമാണോ? നിയമമൊക്കെ ഉണ്ടെങ്കിൽ പേട്ടൻ പണ്ടേ എത്തേണ്ട സ്ഥലത്ത് എത്തിയാനെ. നമുക്ക് വീണ്ടും ജയിലിലേക്ക് പോകാൻ പോലും. അത് കഴിഞ്ഞിട്ട് പേട്ടൻ മന്ത്രിക്ക് വയറിളകാനായിട്ടുള്ള പൊടി കലക്കി കൊടുക്കും. അങ്ങനെ മന്ത്രി സൈഡാവുമ്പോ പേട്ടൻ മന്ത്രിനെ കിഡ്നാപ്പ് ആക്കിയിട്ട് ആ സ്ഥലത്തുനിന്ന് പോവും. പിന്നെ അങ്ങോട്ട് പോലീസുകാർ വരുമ്പോൾ നമ്മുടെ പേട്ടൻ നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ വാങ്ങിയൊരു ബോംബ് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് എറിയും. അങ്ങനെ ആ സ്ഥലം തന്നെ കത്തിച്ചാമ്പലാവും. ഇത് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ആരെങ്കിലും മുതിർന്ന ആളുകളുടെ ഇതില്ലാതെ ഈ സാധനങ്ങളൊന്നും പൊട്ടിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അത് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പേട്ടനൊരു ചേച്ചീനെ കൂടെ വിളിക്കുക. എന്നിട്ട് ഇവര് മന്ത്രിനും കൂട്ടിയിട്ട് വണ്ടി മാറ്റിയിട്ട് ഗില്ലിയിലെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ട് കട്ട മാസിലൊരു പോക്കങ്ങ് പോവും. ഈ ഡ്രോൺ ഷോട്ടും ഗില്ലിയിലെ ഈ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവരെങ്ങോട്ടാ പോണേന്നറിയും. മന്ത്രിക്ക് തൂറാൻ മുട്ടിയിട്ട് കക്കൂസയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണോ ഈ പാട്ട് നിങ്ങട്ടെ. പിന്നെ പോലീസുകാർക്ക് അന്ന് പേട്ടനോടിച്ച അംബാസഡർ കാർ കിട്ടും. അതിലൊരു ഡൈപ്പർ ഉണ്ടാവും. എന്നിട്ട് അത് വെച്ച് ഇവർ കാട്ടിക്കൂട്ടുന്ന കോമഡി ഉണ്ട്. ഇതിലും ഭേദം പഴുത്തോലി ചവിട്ടി വീഴുന്നതായിരുന്നു. പിന്നെ അങ്ങോട്ട് മന്ത്രിയുടെ മോൻ കേസ് അന്വേഷിക്കാനായിട്ട് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരും. ഇത്രയ്ക്കൊക്കെ തള്ളാനായിട്ട് ചെന്നൈ അണ്ണൻ നിനക്ക് എന്നിട്ടാണ് വാങ്ങി തന്നെ? ചെന്നൈ അണ്ണൻ ചെന്നൈന്ന് വന്നപ്പോ എനിക്ക് സാമ്പാർ സാധനം തന്നു, അതാണ് ഞാൻ തള്ളത്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ പേട്ടപ്പടം എഴുതിയ ആള് വരും. മൂപ്പരുടെ പേര് സഫർ. മൂപ്പർ ഈ സ്ക്രീനിൽ വന്ന നാട്ടുകാർക്ക് സഫർ. അത് കഴിഞ്ഞിട്ട് പേട്ടൻ മന്ത്രിനെ ഒരു സ്ഥലത്ത് കൊണ്ട് ലോക്കാക്കും. എന്നിട്ട് പോലീസുകാർക്ക് ഒരു മെസ്സേജ് അയക്കും, ഈ കേരളം ഞാൻ ഒറ്റയ്ക്ക് നന്നാക്കും. ഈ മന്ത്രിക്കെതിരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട്, അവിടെ പരാതി എഴുതിക്കോ, ഈ കേരളത്തിന് ഞാൻ മൊത്തത്തിൽ നന്നാക്കും എന്നൊക്കെ പറയും. ഗൾഫിലൊക്കെ ആണെങ്കിൽ
ആളാരാന്ന് പോലും നോക്കില്ല അപ്പൊ തന്നെ നല്ല കുട്ടികളെയും ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. പിന്നെ ഒരു രാത്രി പേട്ടൻ അവിടുന്ന് ആ വണ്ടി അടിച്ചു മാറ്റും. അപ്പൊ പോലീസുകാർ ചേസ് ചെയ്യും. അപ്പൊ ആ ഡൈപ്പറിന്റെ കോമഡി അടിച്ച പോലീസുകാരനുണ്ടല്ലോ പേട്ടന്റെ കൂട്ടുകാരനാ. ഇത് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ ഡൈപ്പറിന്റെ കോമഡി കേട്ടപ്പോ എനിക്ക് മനസ്സിലായി പേട്ടന്റെ ആളാണെന്നവൻ. പിന്നെ പേട്ടനും പോലീസും കൂടിയിട്ട് ശിവകാശി പടക്കക്കടയുടെ ഓണറായിട്ടുള്ള നമ്മുടെ ധ്യാൻ ചേട്ടന്റെ പടക്കക്കടയിൽ പോയിട്ട് അമ്മിട്ടും വാണും വാങ്ങും. എന്നിട്ട് പേട്ടൻ പോലീസുകാരെ വാണം വിട്ട് കൊല്ലും. ഇതൊക്കെ എന്ത്? ഈ വെറുപ്പിക്കലൊന്നും പോരാണ്ട് പുതിയതായിട്ട് വെറുപ്പിക്കാനായിട്ട് നമ്മുടെ കിങ്കാനെ തന്നെ ഇറക്കും. എന്നിട്ട് പഴയ പാട്ടുകളൊക്കെ ഇട്ട് അത് നശിപ്പിക്കും. പിന്നെ പടം കാണാൻ തിയേറ്ററിൽ വന്ന ആൾക്കാരുടെ കണ്ണുമ്മേക്ക് ലൈറ്റ് അടിച്ച് അവരെ ടോർച്ചർ ചെയ്യും. എന്താണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇത് കണ്ട എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കും പേട്ടൻ നീ വാണം വെച്ച് ഇങ്ങനെ അപരാധം കാണിക്കണേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പോലീസുകാരെ പടക്കം പൊട്ടിച്ച് കൊന്നതിന്റെ കലിപ്പിൽ നമ്മുടെ ചെന്നൈ പേട്ടന്റെ പിള്ളേരെ മൊത്തം സ്റ്റേഷനിൽ കൊണ്ടുവരും. അപ്പൊ അങ്ങോട്ട് നമ്മുടെ സലീമേട്ടൻ വന്ന് രക്ഷിക്കും. എന്നിട്ട് സലീമേട്ടന്റെ ഐക്കോണിക് സീൻ ഉണ്ടല്ലോ, ഇവന്മാരത് റിപ്പീറ്റ് അടിച്ചിട്ട് മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കും. മൂപ്പരുടെ ഈ പടത്തിലെ റോളിന്ന് ശരിക്കും എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം സോഡ പൊട്ടിക്കുക. അങ്ങനെ ആക്കി കളഞ്ഞു അവന്മാര്. ആഞ്ജനേയ സ്വാമി. അത് കഴിഞ്ഞിട്ട് പേട്ടനത് പടക്കം പൊട്ടിച്ച് കൊന്ന പോലീസുകാരുടെ ബോഡി നമ്മുടെ ചെന്നൈ അണ്ണന് അയച്ചു കൊടുക്കും. ചെന്നൈ അണ്ണൻ അവിടെ വെച്ചിട്ട് ഈ സ്മെല്ലടിക്കുമ്പോ ഈ സ്മെല്ലിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ. അപ്പൊ എന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ അങ്ങോട്ട് വിളിക്കും. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. ധ്യാൻ ചേട്ടൻ ഇത് എവിടെയാണ്? 2 മാസമായി നമ്മൾ പുതിയൊരു റോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ മടി പിടിച്ച് വീട്ടിലിരിക്കാണ്ട് പുതിയ പടമൊക്കെ ചെയ്തത് പൊട്ടിക്ക്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ധ്യാൻ ചേട്ടൻ ചെന്നൈ അണ്ണനും കൊണ്ട് പേട്ടന്റെ വീട് കാട്ടി കൊടുക്കും. എന്നിട്ട് പേട്ടന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയും. ഈ സമയത്ത് നമ്മുടെ പേട്ടനും മന്ത്രിയും കൂടി വണ്ടിയിൽ പോയോണ്ടിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു അപരാധം വണ്ടി വിളിച്ച് വരും. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ അത് കഴിഞ്ഞിട്ട് മന്ത്രി നമ്മുടെ പേട്ടനോട് ചോദിക്കും, നീ ആരാടാ, നിന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ പറയും. അപ്പൊ പേട്ടൻ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. ഒരു ദാരിദ്ര്യം പിടിച്ച ഫ്ലാഷ് ബാക്ക്. അതിൽ പേട്ടന്റെ തന്തയാണ് നമ്മുടെ ദാരിദ്ര്യം സ്റ്റാർ. அம்மா அம்மா சாப்பிட்டு 10 நாளாச்சம்மா, 10 ரூபாய் தர்மம் கொடுமா, ரொம்ப பசிக்குது தாயே. എടേ ആരെങ്കിലും മൂപ്പർക്ക് ഒരു ബട്ടൺസ് ഉള്ള ഷർട്ടെങ്കിലും വാങ്ങി കൊടുക്കണേ. ബ്രഹ്മയുഗം തൊട്ട് മൂപ്പരുടെ അവസ്ഥ ഇതാണ്. പിന്നെ പേട്ടന്റെ തള്ളിയും തന്തിയും പടവും. എന്നിട്ട് പേട്ടൻ ഒരു പ്രാന്തനായിട്ട് മാറും. എന്നിട്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെക്കന്റെ തലമണ്ടയ്ക്ക് അടിച്ച് അവനെ കൊന്നിട്ട് പേട്ടൻ ജയിലിൽ പോവും. പിന്നെ ജയിലിലുള്ളവർക്ക് നമ്മുടെ പേട്ടന് ഭ്രാന്താന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഭ്രാന്താശുപത്രി കൊണ്ടാക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പേട്ടൻ വലുതായിട്ട് വലിയ പേട്ടനാവും. എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് നമ്മുടെ പേട്ടൻ ഒരു ദിവസം ചാടും. എന്റെ സെൻട്രൽ ഭഗവതി ജയിൽ ഭഗവാനെ, പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചേക്കണേ. അത് കഴിഞ്ഞിട്ട് പേട്ടൻ അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവും. അവിടെ വെച്ചിട്ട് പേട്ടനെ ഏട്ടനെ കാണും. അപ്പൊ പേട്ടന്റെ രോമം പൊന്തും. മോനെ, അയ്യോ ഏട്ടന് കൈ കോച്ചി പിടിച്ചു മോനെ. പണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്തതാ. അവന്മാര് വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ട് ആ സീൻ നശിപ്പിച്ചു കളഞ്ഞു മോനെ. പിന്നെ പേട്ടൻ ഏട്ടനെ ട്യൂൺ ചെയ്യും. എന്താ മോനെ എന്നെ ഇങ്ങനെ നോക്കണേ, എന്നെ ട്യൂൺ ചെയ്യണോ? പിന്നെ ഏട്ടന് കുറച്ച് സൂപ്പർ പവർ ഒക്കെ ഉണ്ട്. മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ. പിന്നെ ഏട്ടൻ ആളുടെ പേരിങ്ങനെ സ്ലോഗൻ ചെല്ലടന്മാരിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഗില്ലി ബാല റാഞ്ചി എന്ന തലക്കെട്ടോട് കൂടി വരണം. ശ്രദ്ധിക്കണം, ദില്ലി ബാല അല്ല, ഗില്ലി ബാല. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. അത് കഴിഞ്ഞിട്ട് പേട്ടനും ഏട്ടനും ഫ്രണ്ട്സ് ആവും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ പേട്ടനോട് ഏട്ടൻ ആരാന്ന് പറഞ്ഞു കൊടുക്കും. അണ്ണന് പല നാട്ടിലും പല പേരാ. തെലുങ്ക് നാട്ടിൽ ബാലയ്യ, കന്നഡ നാട്ടിൽ ബാലണ്ണ. ഞാൻ പോയിക്കോട്ടെ. പിന്നെ അവിടെ വെച്ചിട്ട് പേട്ടനും മുണ്ടും മടക്കി കുത്താൻ അറിയില്ല എന്ന് ഏട്ടനോട് പറയും. അപ്പൊ ഏട്ടൻ അതൊക്കെ ഞാൻ കാട്ടി തരാന്ന് പറഞ്ഞിട്ട് അങ്ങ് കാട്ടി കൊടുക്കും. അങ്ങേര് മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന. പിന്നെ പേട്ടൻ ഡൈപ്പർ പോലീസിന്റെ ഏട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തും. അപ്പൊ അവൻ ഞാൻ ഏട്ടന്റെ കട്ട ഫാനാണെന്ന് പറയും. അപ്പൊ എന്നെ നമ്മുടെ ഏട്ടൻ ചാർജ് ആവും.
ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല അയ്യേ ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പിന്നെ ഒരു ദിവസം ഏട്ടൻ ഈ പഞ്ചായത്ത് വിട്ടു പോവാണെന്ന് പേട്ടനോട് പറയും. എന്നിട്ട് ഈ പഞ്ചായത്ത് നീ നോക്കണമെന്ന് പറയും. ഇവിടുത്തെ എന്റെ ഹീറോയിസം പീക്ക് ലെവലിലെത്തിയെന്ന് വിശ്വസിക്കുന്നു. ഹീറോയിസ് അല്ല, അപരാധം പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. വേഗം പൊക്കോ, അല്ലെങ്കിൽ സ്പേസിൽ വീടെടുത്ത് താമസിക്കേണ്ടി വരും. പക്ഷെ ഞാൻ പോയതോർത്ത് നിങ്ങൾ ആരും കരയരുത്. ഏയ്, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അണ്ണനത് സഹിക്കൂല. കണ്ട ഏട്ടന്റെ വിരലുകൾ അഭിനയിക്കണണ്ട. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിയും. ഈ സമയത്ത് നമ്മുടെ ചെന്നൈ അണ്ണൻ പേട്ടന്റെ ഒരു കൂട്ടുകാരനെ കൊല്ലും. എന്നിട്ട് ആ കാര്യം പേട്ടനോട് പറയും. അപ്പൊ പേട്ടൻ ഇരുന്ന് കരയും. പിന്നെ ചെന്നൈ അണ്ണന്റെ ആൾക്കാർ പേട്ടനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് ഏട്ടന്റെ ജിപ്സി കത്തിക്കും. അപ്പൊ എന്നെ അങ്ങോട്ട് ഏട്ടൻ വന്നിട്ട് കാട്ടവരാതെ വന്നിട്ടാന്ന് അവർക്ക് കാട്ടി കൊടുക്കും. വരട്ടെ 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 വരട്ടെ. ഗില്ലിയുടെ ജിപ്സി കത്തിച്ചവന്മാർക്ക് കാട്ടുതീ എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇടാൻ പറ്റില്ല. എന്റെ ദൈവമേ, ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്. പിന്നെ ചെന്നൈ അണ്ണൻ നമ്മുടെ പേട്ടനുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് പേട്ടനെ പൊക്കും. എന്നിട്ട് ഇടിച്ചു കൂട്ടും. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. അങ്ങനെ നമ്മുടെ പേട്ടൻ വീണ്ടും ജയിലിലാവും. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ജയിലിൽ വന്നിട്ട് പേട്ടനെ രക്ഷിക്കും. പിന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു വില്ലൻ വന്നിട്ട് ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് വെറുപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവസാനിക്കും. അങ്ങനെ പടം കഴിഞ്ഞു. ഇനി അടുത്ത കംബാക്കിന് കാണാം. ബൈ ബൈ.